ഹായ് സ്റ്റുഡൻസ്, ഇനി നമ്മൾ ഫോർത്ത് മൊഡ്യൂളിലോട്ട് കടക്കാൻ പോവാണ്. ഫോർത്ത് മൊഡ്യൂളിൽ വരുന്നത് സർക്കുലർ സ്ലാബ്സിനെ കുറിച്ചിട്ടാണ്. സർക്കുലർ സ്ലാബ്സ് അതുപോലെ തന്നെ ഡോംസും ഉണ്ട്. അതിൽ 2 ടോപ്പിക്കാണ് വരുന്നത്. അപ്പോൾ അതിൽ സർക്കുലർ സ്ലാബിൽ വരുന്നത് ടോപ്പിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെസ്സസ് വരുന്നുണ്ട്, അതുപോലെ റീഇൻഫോഴ്സ്മെൻറ്റ്. എന്തൊക്കെ ടൈപ്പ് ഓഫ് സ്ട്രെസ്സസ് ആണ് സർക്കുലർ സ്ലാബിൽ ആക്ഷൻ വരുന്നത്, പിന്നെ റീഇൻഫോഴ്സ്മെൻറ്റ് എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നൊക്കെയാണ് നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ളത്. അതിനുശേഷം 3 ടൈപ്പ് ഓഫ് സർക്കുലർ സ്ലാബിൻ്റെ ഡിസൈൻ പഠിക്കാനുണ്ട്. അതിൽ സിംപ്ലി സപ്പോർട്ടഡ്, ഫിക്സ്ഡ് ആൻഡ് പാർഷ്യലി ഫിക്സ്ഡ്, സബ്ജക്റ്റഡ് ടു യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്. അതായത് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് വരുന്ന സർക്കുലർ സ്ലാബിൻ്റെ 3 സപ്പോർട്ട് കേസസ് വെച്ചിട്ടുള്ള ഡിസൈന് പഠിക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് വരുന്നത് ഡോംസിൻ്റെ ഡിസൈനാണ്. ഡിസൈൻ ആൻഡ് ഡീറ്റെയിലിംഗ് ഓഫ് സ്ഫെറിക്കൽ ആൻഡ് കോണിക്കൽ ഡോംസ്. അങ്ങനെ ഈ രണ്ട് ടോപ്പിക്കാണ് ഈ മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. ഇപ്പോൾ ഫസ്റ്റ് ടോപ്പിക്ക് സർക്കുലർ സ്ലാബ്സ് ആണ്. സർക്കുലർ സ്ലാബിൻ്റെ യൂസസ് ആണ് ഫസ്റ്റ് നമ്മൾ നോക്കുന്നത്. അതായത് സർക്കുലർ സ്ലാബ് എവിടെയൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുക എന്നുള്ളതും. ഒന്നെന്ന് പറഞ്ഞാൽ റൂഫ് ഓഫ് ദി റൂം ഓർ ഹാൾ സർക്കുലർ ഇൻ പ്ലാൻ. ഒരു റൂം സർക്കുലർ ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഹാള് സർക്കുലർ ആണെങ്കിൽ അതിൻ്റെ റൂഫ് എന്തായിരിക്കും? സർക്കുലർ ആയിരിക്കും. അപ്പോൾ അതാണ് ഫസ്റ്റ് കേസ് വരുന്നത്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കുലർ വാട്ടർ ടാങ്ക്സിൻ്റെ ടവേഴ്സിൻ്റെ ഒക്കെ ഫ്ലോറ് എന്താണ്? സർക്കുലർ സ്ലാബ്സിന് എക്സാമ്പിളാണ്. പിന്നെ വരുന്ന കേസ് എന്താണ്? റൂഫ് ഓഫ് പമ്പ് ഹൗസസ് കൺസ്ട്രക്റ്റഡ് അബൌട്ട് ട്യൂബ് വെൽസിൻ്റെ മുകളിൽ കൺസ്ട്രക്റ്റ് ചെയ്തിട്ടുള്ള പമ്പ് ഹൗസസ്, അതിൻ്റെ റൂഫ്. പിന്നെ വരുന്നത് റൂഫ് ഓഫ് ട്രാഫിക് കൺട്രോൾ പോസ്റ്റ് അറ്റ് ഇൻ്റർസെക്ഷൻ ഓഫ് റോഡ്സ്. പിന്നെ ഉള്ളത് വെൽ ഫൗണ്ടേഷൻസിലും സർക്കുലർ സ്ലാബ്സ് ആവശ്യം വരും. ഓക്കെ, ഇനിയുള്ളത് അനാലിസിസ് ആണ്. അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു സർക്കുലർ സ്ലാബിനെ അനലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും എന്തൊരു കോമ്പോണൻ്റ് ആണെങ്കിലും അനലൈസ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഡിസൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സർക്കുലർ സ്ലാബ് അനലൈസ് ചെയ്യുന്നത് നമ്മളതൊരു തിൻ പ്ലേറ്റ് ആണെന്ന് അസ്യൂം ചെയ്തിട്ടാണ്. അതായത് വെൻ സ്ലാബ് തിക്നെസ് ഈസ് ലെസ് ദാൻ 1/10 ഓഫ് ദി ഡയമീറ്റർ ഓഫ് ദി സ്ലാബ്. അതായത് ഇപ്പോൾ ദിസ് ഈസ് ദി ഡയമീറ്റർ ഡി ആണെങ്കിൽ അതിൻ്റെ ബൈ 10 ലെസ് ദാൻ ആണ് ലെസ് ദാൻ ആണ് ടി എന്നുണ്ടെങ്കിൽ, ഓക്കെ, തിക്നെസ് ഈസ് ലെസ് ദാൻ d/10 ഓഫ് ദി സ്ലാബ് ആണെങ്കിൽ എന്താണ്? നമുക്ക് അത് ഒരു തിൻ പ്ലേറ്റ് ആയിട്ട് എടുക്കാൻ പറ്റും. ആ ഒരു കേസിൽ അതുകൊണ്ട് തന്നെ നമ്മൾ ഇലാസ്റ്റിക് തിയറി ഓഫ് പ്ലേറ്റ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അനാലിസിസിന് യൂസ് ചെയ്യുന്നത്. അനാലിസിസ് ഒന്നും പഠിക്കാനില്ല, ജസ്റ്റ് ഇതാണ് മെത്തേഡ് എന്ന് മാത്രം പറയുന്നേ ഉള്ളൂ. പിന്നെ അനാലിസിസ് ചെയ്യുന്നത് ടെൻസൈൽ എലമെൻറ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പോൾ അനാലിസിസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഡിസൈനിലോട്ട് നീങ്ങും. അതായത് ഡിസൈൻ ഓഫ് എ സർക്കുലർ സ്ലാബ് ഈസ് ബേസ്ഡ് ഓൺ ക്രിട്ടിക്കൽ വാല്യൂ ഓഫ് ബെൻഡിങ് മൊമെൻറ്റ് ആൻഡ് ഷിയർ ഫോഴ്സ് ഒബ്റ്റെയിൻഡ് ആഫ്റ്റർ അനാലിസിസ്. അതായത് അനാലിസിസിൽ നിന്ന് കിട്ടുന്ന നമുക്ക് കിട്ടുന്ന ബെൻഡിങ് മൊമെൻറ്റും ഷിയർ ഫോഴ്സും ഉണ്ട്. അതായത് അതിൻ്റെ ക്രിട്ടിക്കൽ വാല്യൂസ്, അതായത് മാക്സിമം ഏത് പോയിന്റിലാണ്, ഏത് ലോഡാണ്, മീൻസ് ഏത് ബെൻഡിങ് മൊമെൻ്റ് ആണ്. ഇപ്പോൾ ഈ കേസിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 2 ടൈപ്പ് ഓഫ് ബെൻഡിങ് മൊമെൻറ്റ്സ് ഒക്കെ വരുന്നുണ്ട്, 2 ടൈപ്പ് ഓഫ് സ്ട്രെസ്സസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിലെ ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ളത് ഏതാണോ അതും, അതുപോലെ തന്നെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഷിയർ ഫോഴ്സ് ഏതാണോ എന്നൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ഒരു സർക്കുലർ സ്ലാബ് ഡിസൈൻ ചെയ്യുക. അതുപോലെ തന്നെ കോൺക്രീറ്റ് വീക്ക് ആയതുകൊണ്ട് തന്നെ, ആസ് കോൺക്രീറ്റ് ഈസ് വീക്ക് ഇൻ ടെൻഷനിൽ കോൺക്രീറ്റ് വീക്ക് ആയതുകൊണ്ട് തന്നെ പോയിസൺസ് റേഷ്യോ ഓഫ് ദ സ്ലാബ് ഈസ് അസ്യൂംഡ് ടു ബി 0. ഓക്കെ, ഇതൊരു പോയിൻ്റാണ്. അതായത് കോൺക്രീറ്റ് ടെൻഷനിൽ വീക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ പോയിസൺസ് റേഷ്യോ 0 ആയിട്ടാണ് നമ്മൾ അസ്യൂം ചെയ്യുക സ്ലാബിൻ്റെ, അതായത് സർക്കുലർ സ്ലാബിൻ്റെ കേസിൽ. ഓക്കെ, ഇനി അടുത്ത ടോപ്പിക്ക് വരുന്നത് ബിഹേവിയർ ആൻഡ് റീഇൻഫോഴ്സ്മെൻ്റ് ആണ്. അതായത് എങ്ങനെയാണ് ഒരു സർക്കുലർ സ്ലാബ് ബിഹേവ് ചെയ്യുക എന്നുള്ളതും അതിലെങ്ങനെയാണ് റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതും.
അപ്പോൾ ഒരു സർക്കുലർ സ്ലാബ് ഈസ് എ two-way slab which bends in two direction. ഒരു നോർമൽ സ്ലാബ് പോലെ തന്നെ രണ്ട് ഡയറക്ഷനിലും ബെൻഡ് ചെയ്യുന്ന ഒരു കോമ്പോണൻറ്റ് തന്നെയാണ് എന്ത് സർക്കുലർ സ്ലാബും. വെൻ സബ്ജക്റ്റഡ് ടു യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡിംഗ് ഇറ്റ് ഡിഫ്ലെക്ട്സ് ഇൻ എ ഷേപ്പ് ഓഫ് എ സോസർ. അതായത് ഒരു സോസറിൻ്റെ ഷേപ്പിലാണ് എന്ത് ചെയ്യുക ഒരു സർക്കുലർ സ്ലാബ് നമ്മൾ ഒരു യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ഈ ഒരു സ്ലാബുമ്മ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഡിഫ്ലക്റ്റ് ചെയ്യാം. അതിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോസറിൻ്റെ ഷേപ്പിലോട്ടാണ് അത് മാറുന്നത്. അപ്പം അതിൽ ബോത്ത് എന്താണ് റേഡിയൽ ആൻഡ് സർക്കംഫറൻഷ്യൽ സ്ട്രെസ്സസ് ഒരേ സമയത്ത് അതിൽ ആക്ഷൻ വരുന്നുണ്ട്. ഓക്കെ, ബോത്ത് റേഡിയൽ ആൻഡ് സർക്കംഫറൻഷ്യൽ സ്ട്രെസ്സസ് ആർ ഡെവലപ്ഡ് on the circular slab. Tensile stresses are developed in the convex surface and compressive stresses are developed in the concave surface. Okay, അതായത് ഇത് ഇതിൻ്റെ പ്ലാനാണ്. ഈ ഒരു ഡയറക്ഷനിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, സോസറിൻ്റെ ഷേപ്പിലാണ് ഇത് ബെൻഡ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് രീതിയിലുള്ള സ്ട്രെസ്സസ് ആക്ഷൻ വരുന്നുണ്ട്. ഓക്കെ, എന്താ പറഞ്ഞാൽ ഇങ്ങനെ സർക്കംഫറൻഷ്യൽ ആയിട്ടുള്ള ആക്ഷനും വരുന്നുണ്ട്, അതേപോലെ റേഡിയലായിട്ടും എന്ത് ചെയ്യുന്നുണ്ട് ആക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ ഇതതിൻ്റെ തിക്നെസ് ആണെന്ന് വെച്ച് ടി തിക്കായിട്ടുള്ള ഒരു സ്ലാബാണെങ്കിൽ അതിൽ ടെൻസൈൽ സ്ട്രെസ്സസ് അതിൻ്റെ കോൺവെക്സ് സൈഡിലാണ്, അതായത് ഈ സൈഡിലാണ് എന്ത് ചെയ്യുന്നത് ആക്ഷൻ വരിക. കോൺവെക്സ് സൈഡിലാണ് എന്ത് ചെയ്യുക ടെൻസൈൽ സ്ട്രെസ്സസ് ആക്ട് ചെയ്യുക, അതുപോലെ കംപ്രസീവ് സ്ട്രെസ്സസ് ആക്ട് ചെയ്യുക കോൺകേവ് സൈഡിലാണ്. അതുകൊണ്ട് എന്താണ് നമ്മൾ ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുക കോൺവെക്സ് സർഫസിലാണ് പ്രൊവൈഡ് ചെയ്യുക. ബോട്ടത്തിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരിക ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുക ഇൻ ബോത്ത് ഡയറക്ഷൻസ്, അതായത് റേഡിയൽ ആൻഡ് സർക്കംഫറൻഷ്യൽ ഡയറക്ഷനിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. അതായത് ഇതൊക്കെ റേഡിയൽ ഡയറക്ഷനിലുള്ളത്, സർക്കംഫറൻഷ്യൽ ഡയറക്ഷനിൽ ഇങ്ങനെയും എന്ത് ചെയ്യേണ്ടി വരും നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യും. This brings a congestion near the center so that near the center reinforcement is provided as mesh given in two perpendicular directions. അതായത് ഇപ്പോൾ നേരത്തെ കേസിൽ ഇങ്ങനെയാണ് എന്ത് ചെയ്തിട്ടുള്ളത് നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സെൻറ്ററിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മളെപ്പോഴും എന്താണ് ഒരു സ്പേസിങ് കൊടുത്തിട്ടാണ് എന്ത് ചെയ്യുക നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. എപ്പോഴും ഈ ഒരു റേഡിയൽ ആണെങ്കിലും ഏതൊരു റീഇൻഫോഴ്സ്മെൻ്റ് ആണെങ്കിലും ഒരു സ്പേസിങ് വെച്ചിട്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ അത് സെൻറ്ററിലോട്ട് എത്തിക്കഴിയുമ്പോൾ എന്താണ് അവിടെ ഒരു കൺജഷൻ ഫോം ചെയ്യും. ഓക്കെ, അതായത് റേഡിയസ് വളരെ കുറയുമ്പോൾ അവിടെ കൺജഷൻ ഫോം ചെയ്യും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ് സെൻറ്ററിൽ ഇപ്പോൾ സെൻറ്റർ പോർഷനിൽ നമ്മൾ മെഷായിട്ട്, അതായത് രണ്ട് പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ മെഷായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക സെൻറ്റർ പോർഷനിൽ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, ദ റീഇൻഫോഴ്സ്മെൻറ്റ് ഈസ് ഗിവൺ ഇൻ ഈച്ച് പ്രിൻസിപ്പൽ ഡയറക്ഷൻ ഷുഡ് ബി മാക്സിമം ഓഫ് റിക്വയർമെൻറ്റ് ഓഫ് റേഡിയൽ ആൻഡ് സർക്കംഫറൻഷ്യൽ ബെൻഡിങ് മൊമെൻറ്റ്സ്. അതായത് ഏത് കേസിലാണോ നമുക്ക് മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് കിട്ടുന്നത്, ഇപ്പോൾ റേഡിയൽ ഡയറക്ഷനിലെ കേസിലാണെങ്കിലും അല്ലെങ്കിൽ സർക്കംഫറൻഷ്യലിൻ്റെ കേസിലാണെങ്കിലും ഏതാണെങ്കിലും അതെടുത്തിട്ട് അതിന് റിലേറ്റീവായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് രണ്ട് ഡയറക്ഷനിലും റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. അതിൽ ഏറ്റവും മാക്സിമം വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുക രണ്ട് പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ സ്റ്റീലും, അതുപോലെ തന്നെ സർക്കംഫറൻഷ്യലായിട്ട് എഡ്ജസിൽ മാത്രം സെറ്റ് ഓഫ് ഒരു നമ്പർ ഓഫ് റിങ്സും പ്രൊവൈഡ് ചെയ്യും.